ഇത് മൗലവിയോട് ആദ്യം ചോദിക്കാനുള്ളത്, ഒരു എപ്പിസോഡിലൊരു വിഷയമായി എടുക്കാൻ മാത്രം ഗൗരവമുള്ള, അതിനുമാത്രം പ്രശ്നങ്ങൾ ഈ വിഷയത്തിനുണ്ടോ എന്നൊരു സംശയം ശ്രോതാക്കൾക്കുണ്ടാകാം. അതെ, ഇതിപ്പോൾ എന്താ അറിയോ, നമ്മളോട് മാത്രമേ ഈ ഭർത്താവിൻ്റെ അവിഹിതങ്ങളെ കുറിച്ച് ഇപ്പോൾ സ്ത്രീകൾക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അതെ, അതുകൊണ്ട് അവരുടെ വേദനകൾക്കൊരാശ്വാസം, അതൊന്ന് പങ്കുവെക്കുക, എന്തെങ്കിലും ഒരു പരിഹാരമുണ്ടോ എന്നറിയാൻ അന്വേഷണങ്ങൾ നടത്തി കാത്തിരിക്കുന്ന എത്രയോ സഹോദരിമാരുണ്ട്. കാരണം അവർക്കത് ഇതാരോടും പറയാൻ പറ്റില്ല. അതായത് മക്കളോട് വാപ്പയെ, പിന്നെ അവർക്ക് വാപ്പ ഉണ്ടാവില്ല. ഒരു ഭർത്താവ് വാപ്പ ഒരു അശ്ലീല കാഴ്ചകൾ കാണുന്ന ആളാണെന്ന് പറഞ്ഞാൽ ആ കുട്ടികൾക്ക് ഒരിക്കലും പിന്നെ അയാളെ വാപ്പയായിട്ട് കാണാൻ. പിന്നെ ഇവരുടെ ഭർത്താവ് എന്ന നിലക്ക് അവർക്ക് ഏറ്റവും അധികം അഭിമാനത്തോടു കൂടെ നിലനിൽക്കണമെങ്കിൽ അവളെ വീട്ടിൽ പറയാൻ പറ്റില്ല. പറഞ്ഞാൽ ഒരു നിലക്കും അവളെ ഒരു പക്ഷെ അയാളുടെ കൂടെ ജീവിക്കാൻ അനുവദിക്കൂല. സുഹൃത്തുക്കളോട് പറ്റൂല, കാരണം അതയാൾ രഹസ്യം. ഒരു മദ്യപാനാണെങ്കിൽ നമുക്ക് സുഹൃത്തുക്കളോട് പറയാം, അത് ആർക്കും അറിയാം, പക്ഷെ ഇത് ആർക്കും അറിയില്ല. അപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് ഭർത്താവിന് അതായത് പിന്നെ എപ്പോഴും അവരെന്തുകൊണ്ട് ഒരു നിലനിർത്താൻ വേണ്ടിയുള്ള സഹോദരിമാരുടെ, ഭാര്യമാരുടെ അങ്ങേയറ്റ ക്ഷമയും സഹനവും അങ്ങേയറ്റത്തെ ആഗ്രഹവും കൊണ്ട് മാത്രമാണ് അവിഹിതങ്ങൾ നിലനിൽക്കുന്ന ഏതെങ്കിലും കുടുംബം നിലനിന്നു പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു കുടുംബം തകർന്നു പോകരുതേ എന്ന് വിചാരിച്ചിട്ട് ഉള്ള ഒരു സഹനമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവുന്നത്. അപ്പൊ സത്യത്തിൽ ഒരു കുടുംബ ജീവിതത്തെ തകർക്കാൻ ഉള്ള കാരണങ്ങളിൽ ഒന്നാമത്തെ കാരണം അവിഹിതങ്ങളും ഈ അശ്ലീലങ്ങളുമാണ്. ഒരു പക്ഷേ ഒരു സഹോദരിക്ക് ധൈര്യമായി തന്റെ ഭർത്താവിനോട് ഒരു വിവാഹമോചനം ആവശ്യപ്പെടാൻ, അതായത് ഭർത്താവിനോട് അകാരണമായി വിവാഹമോചനം ആവശ്യപ്പെടുന്ന ഒരു സ്ത്രീക്ക് സ്വർഗത്തിന്റെ വാസന ഇല്ലാന്ന്. അപ്പൊ അങ്ങനത്തെ ഒരു സ്ത്രീക്ക് ഒരു പക്ഷേ 100% ബോധ്യമുണ്ട് തന്റെ ഭർത്താവ് അങ്ങനെ ചെയ്യുന്ന ഒരു സംശയം, തെളിവോടുകൂടെ അത് അന്യ സ്ത്രീകളുമായിട്ടുള്ള ശാരീരിക ബന്ധങ്ങളാവാം, അല്ലെങ്കിൽ പോൺ സൈറ്റുകളാവാം, എന്തുമാവാം. ഇങ്ങനത്തെ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ അവരോട് എന്ത് ചെയ്യാണ്, ഒരു വിവാഹമോചനം ആവശ്യപ്പെടാൻ പോലും അവർക്ക് പറ്റും. ഒരു പക്ഷെ അത് ഒന്നാമത്തെ ഒരു കാരണമായി നമുക്ക് പരിഗണിക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഈ ഒരു വിഷയത്തിൽ കാണുന്ന ഏറ്റവും വലിയൊരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമ്മൾക്ക് വന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് വായിക്കുമ്പോൾ നമുക്കറിയാം എന്താണ് ഒരു നിസ്സഹായാവസ്ഥ ഈ പരാതിപ്പെടുന്നവരൊക്കെ പ്രകടിപ്പിക്കുന്നത്. ഒരു നിസ്സഹായാവസ്ഥ കാണുന്നില്ലേ അതില്? വർഷങ്ങളായി എന്ത് ചെയ്യും, പറഞ്ഞു നോക്കി. അപ്പൊ ചില പറയുമ്പോ അവരോട് ഞാൻ പറയുമ്പോ എനിക്ക് പറ്റണില്ല, ഞാൻ നിയന്ത്രിച്ച് കിട്ടണില്ല എന്നൊക്കെ പറയല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ആസക്തി എന്ന് പറയുന്നത്. തെറ്റുകളിൽ ഏറ്റവും അധികം അഡിക്ഷൻ ഉള്ള, ഏറ്റവും വലിയ ആസക്തിയുള്ള ഒരു കാര്യമാണെന്ത്, സെക്സ് എന്ന് പറഞ്ഞത്. ഇപ്പൊ ഈ ആസക്തി അല്ലെങ്കിൽ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ ആകർഷണീയതയും ആഗ്രഹവും ഇതായി മാറാണ് നമ്മുടെ ആസക്തി എന്ന് പറയുമ്പോൾ. ഇപ്പൊ ഒരാൾക്ക് മദ്യത്തോട് ആസക്തി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അയാൾക്ക് മദ്യമാണ് മുഖ്യ വിഷയം. അപ്പൊ അതിന് അയാൾ നേടുന്ന പ്രശ്നങ്ങളൊക്കെ അതിന് താഴെയുള്ളൂ. അതുകൊണ്ട് മദ്യത്തിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായി കഴിഞ്ഞാൽ അത് തന്റെ കുട്ടികളെ ബാധിക്കോ, ഭാര്യനെ ബാധിക്കോ, മാതാപിതാക്കളെ ബാധിക്കോ, എന്റെ കരളിനെ ബാധിക്കോ എന്ന് എല്ലാ ആഗ്രഹങ്ങൾക്കും എല്ലാ ആസ്വാദനങ്ങൾക്കും മേലെയാണ് അയാൾക്ക്. അതിനേക്കാളും അഡിക്ഷനുള്ള ഒരു കാര്യമാണ് ഏത്, സെക്സ്. അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പുരുഷന്മാരുടെ കാര്യത്തിൽ ഏറ്റവും അധികം ഭയപ്പെടുന്നത് എന്താണ്, സ്ത്രീകളുടെ കാര്യമാണെന്ന് പറയാനുള്ളൊരു കാരണം അതാണ്. അത്ര മാരകമാണ്. അപ്പോൾ ഈ ആസക്തി ഉള്ളത് കൊണ്ട് തന്നെ ഇതിൽ പെട്ടുപോകുന്ന പുരുഷന്മാരെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് കുറച്ച് സാഹസികമായ കാര്യമാണ്. അതുകൊണ്ടാണ് ഇത്രയധികം ഇവരൊക്കെ എല്ലാ പരിശ്രമങ്ങളും നടത്തി പരാജയപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യണത്, ഈ ചോദ്യങ്ങൾ നമ്മളോട് എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എത്രമാത്രം ഗൗരവമുള്ള കാര്യമാണെന്ന് എന്ത് ചെയ്യണം, അത് ആണിന്റെ അവിഹിതമായാലും പെണ്ണിന്റെ അവിഹിതമായാലും അതൊരു കുടുംബ ജീവിതത്തെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ തന്നെ സമ്പൂർണമായി തകർത്ത് കളയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചർച്ചക്കെടുക്കാനുള്ള കാരണം. പിന്നെ ഇപ്പൊ അടുത്ത സമയത്ത്
ഇത് വർദ്ധിച്ചു വരുന്നുണ്ട്, ഭയങ്കരമായി വർദ്ധിച്ചു വരുന്നുണ്ട്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു 50 വയസ്സ് മുതൽ അങ്ങോട്ടേക്ക് ഇതിന്റെ എണ്ണം കൂടുതലാണോ എന്നാണ് പുരുഷന്മാർ. നമ്മൾ ചെറുപ്രായക്കാരല്ല കാണുന്നത്, അത്രമാത്രം. ഇപ്പൊ ഇന്നിപ്പോ നമ്മളിങ്ങോട്ട് പോരുന്നതിന് തൊട്ട് മുമ്പ് ഒരു സഹോദരി വിളിച്ചത് 65 വയസ്സ് പ്രായമുള്ള ഒരാളെ കുറിച്ചാണ്. ഈ ചെറിയ കുട്ടികളോടൊക്കെയാണ് അയാളുടെ കണക്ഷൻസ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഈ മൊബൈൽ വന്ന് ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാണ്, ഇത് ഈ പോൺ സൈറ്റുകളും അശ്ലീലതകളും വല്ലാതെ എന്ത് ചെയ്തിട്ടുണ്ട്, വ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രയാസങ്ങൾ സഹോദരിമാര് അനുഭവിക്കുന്നുണ്ട്.